بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسولنا الأمين وعلى آله وصحابه وأنصاره وأتباعه إلى يوم الدين أما بعد ഹിജറ ഒരു പുതുവത്സരത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. 1445 ഹിജറ വർഷങ്ങൾ കഴിഞ്ഞ് 46 പ്രവേശിച്ചിരിക്കുകയാണ്. മഹാനായ രണ്ടാം ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് നബി തങ്ങൾ ഹിജറ പോയതിൻ്റെ 17ാമത്തെ കൊല്ലത്തിലാണ് ഒരു കലണ്ടറിനെ കുറിച്ച് മുസ്ലിം ലോകം ആലോചിക്കുന്നത്. ഇതിനു മുമ്പ് ലോകത്ത് പല കലണ്ടറുകളുമുണ്ട്, ഇപ്പോഴും പല കലണ്ടറുകളുമുണ്ട്. നമ്മൾ ജനുവരി, ഫെബ്രുവരി എന്ന് പറഞ്ഞ് ഡിസംബറിൽ അവസാനിക്കുന്ന കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടറാണ്. ക്രിസ്തുവിന്റെ ജനന മരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രൂപീകരിച്ച കലണ്ടർ. അതിനു മുമ്പ് ജൂലിയസിന്റെ ഒരു കലണ്ടർ ഉണ്ടായിരുന്നു. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് യമനിലെ ഗവർണറായിരുന്ന മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഒരു കത്ത് എഴുതുകയാണ് ഗവർണർക്ക്, ഖലീഫക്ക്. നിങ്ങളുടെ ഒരു എഴുത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതിൽ ഷഅബാൻ എന്നുണ്ട്. അത് ഈ കൊല്ലത്തെ ഷഅബാനാണോ കഴിഞ്ഞ കൊല്ലത്തെ ഷഅബാനാണോ? അന്ന് കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ ഇത്രത്തോളം വികസിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഒരു കത്ത് ഒരു ലക്ഷ്യസ്ഥാനത്തെത്താൻ ചിലപ്പോൾ മാസങ്ങൾ എടുക്കും. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു താരീഖ് വേണം, ഒരു കലണ്ടർ വേണം എന്ന് ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടത് പ്രകാരം ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ എല്ലാവരെയും വിളിച്ചു കൂട്ടുകയും നമുക്കൊരു കലണ്ടർ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഓരോ കലണ്ടറിനും ഓരോ അടിസ്ഥാനം ഉണ്ടാവുമല്ലോ. ഇപ്പോ മലയാളത്തിൽ നമ്മൾ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം എന്ന് പറഞ്ഞ് നമ്മൾ മലയാള കലണ്ടർ, കൊല്ലവർഷ കലണ്ടർ, അങ്ങനെ ഒരു കലണ്ടർ നമുക്കുണ്ട്. ഈ കൊല്ലവർഷത്തിന്റെ ആരംഭം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ചേരമാൻ പെരുമാള് സ്വഹാബത്തിന്റെ കൂടെ മാലിക് ദീനാറും സംഘവും അവരുടെ കൂട്ടത്തിലുള്ളവർ തിരിച്ചു പോകുന്ന വഴിയിൽ ചേരമാൻ പെരുമാള് തന്റെ ഭരണപ്രദേശങ്ങളൊക്കെ അനന്തരവന്മാർക്ക് എഴുതി കൊടുത്തുകൊണ്ട് രാത്രിക്കു രാത്രി കൊടുങ്ങല്ലൂരിൽ നിന്ന് സ്വഹാബത്തിന്റെ കൂടെ കപ്പൽ കയറിപ്പോയി. മഹാനവറുകളെ പിറ്റേന്ന് രാവിലെ രാജാവിനെ നോക്കുമ്പോൾ ജനങ്ങൾ കാണുന്നില്ല. ഒരു രാജ്യത്തിന്റെ രാജാവ് പോയി എന്ന് പറഞ്ഞാൽ അവർ അനാഥരായ ഫീലിംഗ് ആണ്. അപ്പൊ രാജാവിനെ കണ്ടെത്താൻ വേണ്ടി കരയിൽ എവിടെയും സഞ്ചരിച്ചതായിട്ട് രഥങ്ങൾ പോയതോ മഞ്ചൽ കൊണ്ടുപോയതോ ആരും ശ്രദ്ധിച്ചിട്ടില്ല, ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പോകാൻ സാധ്യതയുള്ളത് പിന്നെ കടൽ വഴിയാണ്. അങ്ങനെ കടൽ വഴി അന്ന് കൊടുങ്ങല്ലൂരും പരിസരത്തുമുള്ള ആളുകളൊക്കെ രാജാവിനെ തെരഞ്ഞ് തോണിയും മറ്റു സംവിധാനങ്ങളും എടുത്തുകൊണ്ട് കടലിലേക്ക് ഇറങ്ങി. അന്നാണ് കേരളക്കാര് ആദ്യമായി ലക്ഷദ്വീപ് കണ്ടുപിടിച്ചത് എന്നും ചരിത്രമുണ്ട്. ഏതായിരുന്നാലും ആ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കൊല്ലവർഷ കണക്ക് നിലവിൽ വന്നത്. ഇതുപോലെ പുരാതന കാലത്ത് ഗജവർഷം എന്ന ഒരു കണക്കുണ്ടായിരുന്നു. ഗജം എന്ന് പറഞ്ഞ ആന. അബാബിയിൽ പക്ഷികൾ ഇറങ്ങി അബ്രഹത്തിന്റെ ആനപ്പടയെ തോൽപ്പിച്ച ആ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊരു കലണ്ടർ ഉണ്ടായിരുന്നു, ഗജവർഷം. എന്നാൽ ഹിജറയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മുസ്ലിങ്ങൾക്ക് ഒരു കലണ്ടർ വേണം എന്ന ആവശ്യം വന്നപ്പോൾ അതിനെ ആധാരമാക്കാൻ എന്ത് സംഭവം വെക്കണം? നബിതങ്ങളുടെ മൗലിദ്, അവിടുത്തെ ജനനം, അതുപോലെ തന്നെ അവിടുത്തെ നിയോഗം, നബിതങ്ങൾക്ക് നുബുവത്ത് കിട്ടിയത്, ബദർ യുദ്ധമുണ്ടായത്, അതുപോലെ തന്നെ വഫാത്തായത്, ഇങ്ങനെ പല അഭിപ്രായങ്ങളും വന്നപ്പോൾ എല്ലാവരും സ്വീകരിച്ച അഭിപ്രായം ഹിജറയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു കലണ്ടർ ഉണ്ടാക്കാമെന്നാണ്. അതിന്റെ കാരണം പണ്ഡിതന്മാർ പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വൽ യൗം, ആദ്യ ദിവസം എന്ന് ഖുർആൻ പരാമർശിച്ചത് ഹിജറയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന് മദീനയിലെ ഖുബാ പള്ളി സ്ഥാപിച്ച ആ ദിവസത്തെ കുറിച്ചാണ്. അപ്പൊ അവ്വലുയവും എന്ന് അവിടെ അങ്ങനെ പരാമർശം വന്നതുകൊണ്ട് ആ സംഭവത്തെ അല്ലെങ്കിൽ ആ ഹിജറയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു കലണ്ടർ രൂപീകരിക്കാമെന്ന് സ്വഹാബത്ത് തീരുമാനിക്കുകയാണ്. ഏതായിരുന്നാലും
ഹിജ്റ ആരംഭിച്ചതും ഹിജ്റ പോയതും നിബിതങ്ങൾ മദീനയിൽ എത്തിച്ചേർന്നതൊന്നും മുഹറം മാസത്തിലല്ല. സഫർ മാസം 27-ന് പുറപ്പെട്ട് റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എത്തുന്നത്. എന്നാൽ അതിനേക്കാൾ 2 മാസവും 11 ദിവസവും മുമ്പുള്ള മുഹറം മാസത്തെ എന്തുകൊണ്ടാണ് കലണ്ടറിന്റെ തുടക്കത്തേക്ക് കൊണ്ടുവന്നത്? അതിന് പല കാരണങ്ങൾ ചരിത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്ന്, പവിത്രമായ 4 മാസങ്ങൾ എണ്ണിയത് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പിന്നെ റജബ്, ഇങ്ങനെയാണ്. അപ്പോൾ തുടർന്ന് വരുന്ന ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഈ ദുൽഹിജ്ജ എന്ന് പറയുന്ന മാസത്തിലെ അതിപ്രധാനമായ ലോക മുസ്ലിമീങ്ങൾ സമ്മേളിക്കുന്ന ആ മഹാസഞ്ചയം, പരിശുദ്ധമായ ഹജ്ജ് കഴിഞ്ഞ് ജനങ്ങളെല്ലാവരും നാട്ടിലേക്ക് എത്തുന്ന സമയം, അതൊരു പുതുവത്സരമാകട്ടെ എന്ന ആലോചനയാണ് ഒന്ന്. മറ്റു പല കാരണങ്ങളും പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും, മുഹറം ഒരു വിമോചനത്തിന്റെ മാസമാണ്. മുഹറം മാസത്തിൽ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ ലോകത്തിന്റെ പല കാലഘട്ടങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുണ്ട്. മുഹറം മാസത്തിലെ ഏറ്റവും പവിത്രമായ ആശൂറയുടെ ദിവസം, മുഹറം 10-ന്റെ ദിവസം, ലോകത്ത് ആദ്യമായി മഴ പെയ്തത് മുഹറം 10-നാണ്. മൂസ നബി അലൈഹിസ്സലാമിനെയും സമൂഹത്തെയും ഫറോവയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, ഫറോവയെ വെള്ളത്തിൽ മുക്കി അള്ളാഹു കൊലപ്പെടുത്തി കളഞ്ഞത് മുഹറം 10-നാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അധികാരം കിട്ടിയത് മുഹറം 10-നാണ്. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം 10-നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം 10-നാണ്. ഇങ്ങനെ ചരിത്രത്തിലെ ഒരുപാട് പ്രവാചകന്മാരും അവരുടെ ജനതകളുമായി ബന്ധപ്പെട്ട വലിയ അത്ഭുത സംഭവങ്ങൾ, അല്ലാഹു തആല അമ്പിയാക്കളെ അവർക്ക് എനർജി കൊടുക്കാനും അവരെ സഹായിക്കാനും വേണ്ടി തെരഞ്ഞെടുത്തൊരു മാസമാണ് മുഹറം മാസം. അതുകൊണ്ട് തന്നെ അതൊരു നവോത്ഥാനത്തിന്റെ മാസമാണ്. മുഹറം എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയുടെ മാസമാണ്. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് മുഹറം എന്ന് പറയുന്ന മാസത്തെ 1ാമത്തെ മാസമായി നിശ്ചയിക്കുകയാണ് ഉണ്ടായത്. ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഹിജ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ എന്ന് പറഞ്ഞാൽ അതൊരു കേവലം ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല, സുഖം തേടിയിട്ടുള്ളൊരു യാത്രയായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്രയെക്കുറിച്ച് കേവലം ഒരു പലായനം എന്ന് പോലും പറയാൻ പറ്റില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ആസ്ഥാന മാറ്റമായിരുന്നു. ആസൂത്രിതമായി നല്ല മുന്നൊരുക്കത്തോടുകൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരമുള്ള ഒരു പ്രയാണമായിരുന്നു ഹിജ്റ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സ് വരെ മക്കക്കാർക്കിടയിൽ ജീവിച്ചത് അൽ അമീൻ എന്ന പേരോടുകൂടിയാണ്. വിശ്വസ്തൻ, എല്ലാ ആളുകൾക്കും അൽ അമീനാണ്, എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തും റിസാലത്തും പ്രഖ്യാപിച്ചതോടുകൂടി മക്കക്കാരെ മുഴുവനും എതിരാളികളായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബത്തിനും, വിരലിലെണ്ണാവുന്ന സ്വഹാബത്തിനും വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. ആ സമയത്ത് ആദ്യം ഹബശയിലേക്ക്, എത്യോപ്യയിലേക്ക് ഒരു സംഘം ഹിജ്റ പോകുന്നുണ്ട്. അവിടുത്തെ കാലാവസ്ഥ സ്വഹാബത്തിന് പിന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിനോട് യോജിച്ചു പോകാൻ കഴിയാത്തത് കൊണ്ട് പലരും രോഗബാധിതരാകുന്നുണ്ട്, തിരിച്ചു പോരുന്നുണ്ട്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും വളരെ പ്രയാസത്തിലാണ് മക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ചടിക്കാനുള്ള നിർദ്ദേശം വന്നിട്ടില്ല. പരിശുദ്ധമായ ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞത് വൈദ് യംകുറു ബിക്കല്ലദീന കഫറു ലിയുസ്ബിതുക ഔ യഖ്തുലുക ഔ യുഖ്രിജൂക. സൂറത്തു അംഫാലിലെ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, നബിയെ, അങ്ങയെ അവര് ഒന്നുകിൽ ഇവിടെ ബന്ധനസ്ഥനാക്കി വെക്കാനോ, അല്ലെങ്കിൽ അങ്ങയെ കൊന്നുകളയാനോ, അല്ലെങ്കിൽ അങ്ങയെ നാട്ടിൽ നിന്ന് പുറത്താക്കാനോ കുഫാറുകൾ തീരുമാനിച്ച ഒരു സന്ദർഭം. ആ സന്ദർഭത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഹിജ്റ, ഹജറ എന്ന് പറയുന്ന വാക്ക്, ഹജറ എന്ന് പറഞ്ഞ ഒഴിവാക്കി എന്നാണ് അർത്ഥം. ഒരു സാധനത്തെ നമ്മൾ ഒഴിവാക്കി കളഞ്ഞു, ഞാനത് ഒഴിവാക്കി എന്ന് പറയുന്നതിന് ഹജറ എന്ന് പറയും. എന്നാൽ ഹാജറ എന്ന പ്രയോഗം, അതാണ് എല്ലാ ചരിത്രകാരന്മാരും നബി തങ്ങൾ നടത്തിയ ഹിജ്റയെ കുറിച്ച് പ്രയോഗിച്ചത്. അത് ഒഴിവാക്കി എന്നല്ല, മക്കയെ ഒഴിവാക്കിയിട്ട് നബി തങ്ങൾ പോയതല്ല. നബി തങ്ങൾ കണ്ണീരണിഞ്ഞുകൊണ്ട് യാത്ര പോകുന്ന സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, മക്കയെ വിളിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുണ്ട്, ഓ പ്രിയപ്പെട്ട മണ്ണേ, ഓ പ്രിയപ്പെട്ട നാടേ, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. നിന്റെ നാട്ടുകാരെന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകൂലായിരുന്നു. അത്രയും നബി തങ്ങൾക്ക് പ്രിയപ്പെട്ട മണ്ണാണ്. വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് ഖദീജ ബീവി കൊണ്ടുപോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വറഖത്ത് ബിൻ നൗഫൽ പറയുന്നുണ്ട്, നിങ്ങളെ നാട്ടുകാർ പുറത്താക്കുന്നു. അപ്പൊ നബി തങ്ങൾ ചോദിച്ച ചോദ്യം നമുക്കറിയാം, അവ മുഖരിജയ്യവും, അവരെന്നെ പുറത്താക്കുവത്. അപ്പൊ വറഖത്ത് ബിൻ നൗഫൽ പറയുന്നുണ്ട്, എല്ലാ അമ്പിയാക്കളും നാട്ടിൽ നിന്ന് ദേശാടനം നടത്തേണ്ടി വന്നിട്ടുണ്ട്, പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഖം തേടി പോയതല്ല, ഒളിച്ചോടിയതല്ല, ആസ്ഥാന മാറ്റമായിരുന്നു ആ പലായനം എന്ന് പറയുന്നത്. നബി തങ്ങൾക്ക് 53 വയസ്സ്, പ്രബോധനം തുടങ്ങിയിട്ട് 13 കൊല്ലമായി, പീഡനങ്ങളും പ്രയാസങ്ങളും സഹിക്കാൻ കഴിയുന്നില്ല. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് ഇങ്ങനെ പോകാനുള്ള ഒരു അനുവാദത്തിലേക്ക് അവിടുത്തെ എത്തിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് ഹജ്ജിന് വരുന്ന മദീന നിവാസികളും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾക്ക് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ വളരെ രഹസ്യമായി കൊടുക്കുന്നുണ്ട്. ഒരു ഹജ്ജ് വേളയിൽ അസ്അദ് ബിൻ സുറാറത്തിനെയും റാഫിഉ ബിൻ മാലിക്കിനെയും വിളിച്ച്, അവര് മദീനയിലെ 2 ഗോത്ര പ്രമുഖരാണ്, ഔസ് ഖസ്റജ് ഗോത്രത്തിന്റെ പ്രമുഖരാണ്. അഖബ താഴ്വരയിൽ വെച്ച് നബി തങ്ങൾ അവരുമായി കരാറിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പൊ അവര് നബി തങ്ങളെ സഹായിക്കാമെന്ന് വാക്കു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് അവരുടെ കൂടെ നബി തങ്ങൾ അയക്കുന്നുണ്ട്, അവിടെ പോയി ദീനി പ്രബോധനം നടത്തുന്നതിന് വേണ്ടി. പിറ്റത്തെ കൊല്ലം ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും അബ്ദുല്ലാഹി ബിൻ അംറിന്റെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അഖബ താഴ്വരയിൽ വെച്ച് 2ാമത്തെ ഒരു ഉടമ്പടി നടത്തുകയും, അങ്ങനെ ഓമന മക്കളെ ഞങ്ങൾ നോക്കുന്നത് പോലെ നിങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് അവർ കരാർ എഴുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ മണ്ണ് ഇസ്ലാമിന് അനുകൂലമായി, ദീനിന് അനുകൂലമായി, അവിടുത്തെ പ്രവർത്തനത്തിന് അനുകൂലമായി പരിമപ്പെടുത്തിയെടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിൽ തന്നെ തുടരുകയാണ്. കാരണം അവിടുത്തെ അനുചരന്മാർ ഇപ്പോഴും മദീനയിലേക്ക് പോയി കഴിഞ്ഞിട്ടില്ല. ഓരോ ആളുകള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോഴും മക്കക്കാർക്ക് വലിയ ബേജാറുണ്ട്, വലിയ ഭയമുണ്ട്. കാരണം ഈ പോകുന്നതൊന്നും വെറുതെ ആകൂല, ഇവരൊക്കെ 10 മടങ്ങ് ശക്തിയോടുകൂടി തിരിച്ചു വരുമെന്ന് മക്കക്കാർക്ക്, ഖുറൈശികൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഓരോ ഹിജ്റയെയും ഓരോരുത്തരുടെ പോക്കിനെയും പലായനങ്ങളെയും അവർ ഭീതിയോടുകൂടിയാണ് കണ്ടത്. മദീനയിൽ ബഹുമാനപ്പെട്ട സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീന് പഠിക്കാൻ വേണ്ടി റോമിൽ നിന്ന് വന്നയാളാണ്. കച്ചവടത്തിന് വലിയ കണ്ണുള്ള ആളായിരുന്നു. മക്കയിൽ വന്ന് കച്ചവടം നടത്തി വലിയ പൈസക്കാരനായി. മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് ശത്രുക്കൾ തടഞ്ഞു. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ഏറ്റവും വലിയ അമ്പെയ്ത്ത് വീരനാണ്, എനിക്ക് നന്നായിട്ട് അമ്പെയ്യാൻ അറിയുമെന്ന് നിങ്ങൾക്കറിയാം, അതുകൊണ്ട് എന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കണം. ശത്രുക്കൾ പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ ദരിദ്രനായി ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ സമ്പത്ത് ഊറ്റിക്കുടിച്ചുകൊണ്ട് പോകാൻ സമ്മതിക്കൂല. അപ്പൊ സുഹൈബ് റൂമി ചോദിക്കുന്നുണ്ട്, എന്റെ സമ്പത്ത് തന്നാൽ മതിയോ നിങ്ങൾക്ക്, എന്നാൽ എന്നെ വെറുതെ വിടുവോ? അവര് പറഞ്ഞു, അത് മതി. മഹാനവറുകൾ തന്റെ ഖജനാവ് സൂക്ഷിച്ച സ്ഥലത്തിന്റെ അടയാളങ്ങൾ ആ ശത്രുക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതിന്റെ താക്കോലുകൾ അവരുടെ നേരെ വലിച്ചെറിയുകയും ചെയ്തുകൊണ്ട് ഒരു കയ്യിലൊന്നുമില്ലാതെ വെറും കൈയോടുകൂടി മദീനയിലേക്ക് ചെല്ലുമ്പോ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് മദീനയിൽ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് അവിടുത്തെ സ്വീകരിച്ചുകൊണ്ട്, റബിഹത്തി തിജാറത്തു യാ സുഹൈബ്, സുഹൈബെ നീ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത ആ കച്ചവടം വലിയ ലാഭമുള്ള കച്ചവടമായി പോയി കേട്ടോ എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സമ്പത്തും വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് സ്വഹാബത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. ദാറുൻ നദവയിൽ മീറ്റിംഗ് നടക്കുകയാണ്. ഖുറൈശി പ്രമുഖരെല്ലാവരും ഒരുമിച്ച് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. ഒന്നുകിൽ മുഹമ്മദിനെ വധിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. പല അഭിപ്രായങ്ങളും വരികയാണ്. പലരും പലതും പറഞ്ഞു, തടവിലാക്കാം, അംഗവിച്ഛേദനങ്ങൾ നടത്താം, അങ്ങനെ പലതും പറഞ്ഞു. ആ സദസ്സിലേക്ക് ഇബ്ലീസ് വേഷം മാറി വന്നു. ഇബ്ലീസ് പറഞ്ഞു, നമുക്ക് കൊല്ലുകയാണ് നല്ലത്. ആ ശല്യത്തോടു കൂടിയാണ്ട് അവസാനിക്കുമല്ലോ. അപ്പൊ എല്ലാവർക്കും പേടിയാണ് കൊല്ലാൻ. കാരണം ഖുറൈശികളുടെ നേതാവായ അബ്ദുൽ മുത്തലിബും അതുപോലെ തന്നെ പിൽക്കാലത്ത് അബൂ ത്വാലിബും ഒക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണം, പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ ഇബ്ലീസ് അതിനൊരു വഴി പറഞ്ഞു കൊടുത്തു. എല്ലാ ഗോത്രത്തിലെയും നല്ല അഭ്യാസികളായ ഓരോ ചെറുപ്പക്കാരെ കൊണ്ടുവരണം. ആ അഭ്യാസികൾ എല്ലാവരും വീട് വളഞ്ഞു, എല്ലാവരും കൂടി ഓരോ വെട്ട് വെട്ടിയിട്ട് കൊല്ലണം. വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞു. അന്നത്തെ ആ രാത്രിയിൽ ചാവേറുകൾ തന്റെ വീട് വളഞ്ഞ ആ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ കുട്ടിയായിരുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ വിരിപ്പിൽ കിടത്തി താൻ കൊടുത്തേൽപ്പിക്കാനുള്ള സമ്പത്ത്, തന്നെ ആളുകൾ വിശ്വസിച്ച് ഏൽപ്പിച്ച പല അമാനത്തുകളുമുണ്ട്, അതൊക്കെ ഇന്ന ആളുകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ വിരിപ്പിൽ കിടത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചുറ്റും നിൽക്കുന്നത് ഉറക്കമൊഴിച്ച് ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ചാവേറുകളാണ്. നിലത്തു നിന്നൊരു പിടി മണ്ണ് വാരി പരിശുദ്ധ സൂറത്ത് യാസീൻ ഓതി
ഫഹും ലാ യുബ്സിറൂൻ എന്ന് പറയുന്ന സ്ഥലം എത്തിയപ്പോൾ അതിലേക്ക് ഊതി. ഷാഹത്തിൽ വുജൂഹ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മണല് ശത്രുക്കളുടെ നേരെ എറിയുകയാണ്. ആ ഏറിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ. നിങ്ങളാ എറിഞ്ഞ സമയത്ത് നബിയെ നിങ്ങളല്ല എറിഞ്ഞത്, അള്ളയാണ് എറിഞ്ഞത് എന്നാണ്. അത്ഭുതം എന്ന് പറയട്ടെ, ആ മണൽത്തരികൾ ഓരോ ശത്രുവിന്റെയും ദേഹത്ത് അത്ഭുതകരമായി കൊള്ളുകയും ആ മണൽത്തരികൾ ഏറ്റവരൊക്കെ ഒരല്പസമയത്തേക്ക് അവര് സ്റ്റക്കായി പോവുകയും അവര് മയങ്ങി പോവുകയും അവർക്കിടയിലൂടെ വളരെ ശാന്തനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. ഇപ്പോ നമ്മുടെ സമര മുന്നണികളിൽ കാണുന്ന ജലപീരങ്കി എന്ന് പറയുന്ന ആശയം ഈ ഒരു സംഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണെന്ന് ചിലർ പറയാറുണ്ട്. ഒരു പ്രതിരോധം തീർക്കുന്ന സമയത്ത് ശത്രുക്കൾ നിബിതങ്ങൾക്ക് വലിയ കല്ലെടുത്ത് എറിയാമായിരുന്നു, പക്ഷെ നിബിതങ്ങൾ മണൽത്തരികളാണ് വാരി എറിഞ്ഞത്. അപ്പൊ അത് തന്റെ എതിരാളികൾക്ക് പ്രയാസമുണ്ടാകാത്ത രൂപത്തിലുള്ള പ്രതിരോധ മുറ ഈ ജലപീരങ്കി ആ ആശയത്തിൽ നിന്ന് വന്നതാണെന്ന് പറയാറുണ്ട്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ പോയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 4 മാസമായിട്ട് കാത്തിരിക്കുകയാണ്, എപ്പോഴാണ് എനിക്ക് പോകാനുള്ള പെർമിറ്റ് തരിക എന്ന് കരുതിയിട്ട്. പലപ്പോഴും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ട്, പക്ഷേ സമ്മതം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ വൃത്താന്തം കേട്ടതോടുകൂടി സന്തോഷം കൊണ്ട് അങ്ങ് കരഞ്ഞു. ആയിഷ ബീവി പറയുന്നുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഹിജറ പോകാൻ, നബി തങ്ങളെ കൂടെ പോകാൻ സമ്മതം കൊടുത്ത സമയത്ത് പറഞ്ഞ സമയത്ത് കരഞ്ഞതുപോലെ ഞാൻ കരയുന്നത് കണ്ടിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരത്തെ തന്നെ 2 ഒട്ടകങ്ങളെ തയ്യാറാക്കിയിരുന്നു. ആ ഒട്ടകപ്പുറത്ത് അവർ കയറുകയാണ്. അപ്പോഴേക്ക് വീട്ടിലെ കുട്ടികളായിട്ടുള്ള അസ്മാവും അതുപോലെ തന്നെ ആയിഷ ബീവിയും റളിയല്ലാഹു അൻഹുമ 2 പേരും ചേർന്ന് ഭക്ഷണം തയ്യാറാക്കുകയാണ്. ഭക്ഷണം തയ്യാറാക്കി നോക്കുമ്പോൾ അത് കെട്ടാനുള്ള തോൽപാത്രങ്ങൾ കെട്ടാനുള്ള കയറില്ല. അസ്മാ റളിയല്ലാഹു അൻഹ തന്റെ അരപ്പട്ട തന്റെ ദാവണിയുടെ തന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം കീറിയെടുത്തുകൊണ്ട് അതുകൊണ്ട് കെട്ടുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇരട്ട അരപ്പട്ടക്കാരി ദാത്തുൻ നിതാഖൈൻ എന്ന ഒരു സ്ഥാനപ്പേര് അവർക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രംഗം കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, സ്വർഗത്തില് നിനക്ക് ഞാൻ അരപ്പട്ട കെട്ടിത്തരും, സ്വർണത്തിന്റെ അരപ്പട്ട കെട്ടിത്തരും. അങ്ങനെ ആയിഷ ബീവിയും ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹു അൻഹയും ഭക്ഷണങ്ങൾ തയ്യാറാക്കി. അബൂ ഖുഹാഫ നബിതങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയതിന്റെ പിറ്റേന്ന് അവിടെ വന്നു. നബിതങ്ങളെ കാണാനില്ല, സിദ്ദീഖ് എന്നവരെ കാണാനില്ല. അബൂ ഖുഹാഫ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയാണ്. അബൂ ഖുഹാഫ അന്ന് മുസ്ലിം ആയിട്ടില്ല. അദ്ദേഹം വന്നുകൊണ്ട് വീട്ടിൽ കയറിയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, മക്കളെ നിങ്ങളൊക്കെ ഇവിടെ തനിച്ചാക്കിയിട്ട് ബാപ്പ പോയില്ലേ, അവൻ എന്തൊരു പണിയാണ് കാണിച്ചത്. ബാപ്പാക്കുള്ള ദേഷ്യമൊക്കെ കൂടി മക്കളോട് വന്നിട്ട് ഇങ്ങനെ പറയണം, മക്കളെങ്കിലും അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടെ ഒരു ഗർവാപസി നടത്തണം എന്നാണ് മൂപ്പര് വിചാരിക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പണപ്പെട്ടി പോയി ആയിഷ ബീവി നോക്കുമ്പോൾ അത് ശൂന്യാണ്, അതിലൊന്നുമില്ല. ഇസ്ലാമിലേക്ക് വരുമ്പോൾ 50,000 സ്വർണ്ണ നാണയമുള്ള ആളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹിജറ പോകുമ്പോൾ 5000 സ്വർണ്ണ നാണയമാണ് കയ്യിലുണ്ടായിരുന്നത്. ആ 5000 എടുത്ത് വാപ്പ പോയിക്കണം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയിക്കണം. അപ്പൊ വല്യാപ്പ വന്ന് പണപ്പെട്ടി പരിശോധിക്കുമെന്ന് കണ്ടപ്പോ കണ്ണിന് കാഴ്ച മങ്ങിയ അബൂ ഖുഹാഫയെ കബളിപ്പിച്ചുകൊണ്ട് ആയിഷ ബീവി അതിൽ കുറച്ച് ചരലുകൾ വാരിയിട്ട് അതിന്റെ മേലെ ഒരു തുണി വിരിച്ചു വെക്കുകയാണ്. വാപ്പ വന്നപ്പോ പെട്ടി ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുത്തു, കണ്ടോ വാപ്പ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള സമ്പത്ത് മുഴുവനും ഇവിടെ വെച്ചു പോയിട്ടുണ്ട്. ആ ആയിഷ ബീവിയുടെ കൗശലത്തിൽ അബൂ ഖുഹാഫ വീണുപോയി. അബൂ ഖുഹാഫ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി കുറെ മദ്ഹുകൾ പറഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. അങ്ങനെ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബാല്യക്കാര് വൃദ്ധന്മാര് പങ്കെടുത്തിട്ടുണ്ട്. ഹിജ്റയിൽ ഒരുപാട് ആളുകൾ പങ്കാളികളായിട്ടുണ്ട്. എല്ലാം കൂടി വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. ഏതായിരുന്നാലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ള കൃത്യമായി ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഒരുപാട് ആസൂത്രണങ്ങൾ ഈ യാത്രയുടെ പിറകിൽ നമുക്ക് കാണാൻ കഴിയും. വടക്കുള്ള മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും നേരെയല്ല പോകുന്നത്, അവർ തെക്കോട്ടാണ് പോകുന്നത്. ശത്രുക്കൾ വടക്ക് ഭാഗം അന്വേഷിക്കാൻ സാധ്യതയുണ്ട് എന്നറിയാം. അങ്ങനെ 3 ദിവസം അവര് സൗർ ഗുഹയിൽ ചെന്ന് ഒളിച്ചിരിക്കുകയാണ്. ആ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നത് അന്വേഷണത്തിന്റെ വേഗത കുറക്കാൻ വേണ്ടിയിട്ടാണ്. എവിടെ തെരഞ്ഞിട്ടും കാണുന്നില്ല. 3 ദിവസം തെരഞ്ഞിട്ട് കണ്ടില്ല, എന്നാ ഇനിമിന്റെ പരിസരത്തൊന്നും ഉണ്ടാവില്ല, എന്തേ സംഭവിച്ചെന്ന് അറിയില്ല എന്ന് വിചാരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുപാട് ആസൂത്രണങ്ങൾ ഇതിന്റെ പിറകിൽ കാണാം. നബി തങ്ങളെയും സിദ്ദീഖ് തങ്ങളെയും കാണാതായപ്പോ അവരെ കണ്ടുപിടിക്കുന്നവർക്ക് 100 ഒട്ടകം ഖുറൈശികൾ വാഗ്ദാനം ചെയ്തു. സുറാഖത്ത് ബിൻ മാലിക് അടക്കമുള്ള എല്ലാവരും ഇറങ്ങി തിരയാൻ. കാരണം കണ്ടുപിടിച്ചാൽ കൊണ്ടു കൊടുത്താൽ 100 ഒട്ടകം കിട്ടും. അന്ന് 100 ഒട്ടകം കിട്ടും എന്ന് പറഞ്ഞാൽ 100 ഇന്നോവ കാർ കിട്ടും എന്ന് പറഞ്ഞ പോലെ. അപ്പോ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവരിറങ്ങി. അങ്ങനെ സുറാഖത്ത് ബിൻ മാലിക് ഇവരെ കണ്ടുമുട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ തൊട്ടടുത്ത് സുറാഖത്ത് ബിൻ മാലിക് എത്തി. അവരെ പിടികൂടി എന്ന അവസ്ഥയിലെത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു,
ഉടനെ സുറാഖത്ത് ബിൻ മാലിക്കിന്റെ ഒട്ടകത്തിന്റെ കുതിരയുടെ കാലുകൾ മണ്ണിൽ തറഞ്ഞുപോയി. അന്ന് നബി തങ്ങൾ 3 തവണ ഇത് ആവർത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുറാഖത്ത് ബിൻ മാലിക്കിനോട് പറഞ്ഞു, സുറാഖത്തെ, ഒരു കാലത്ത് ഈ ഞങ്ങൾ കൊണ്ടുപോകുന്ന ഈ ആദർശത്തിന്റെ ആളുകൾ പേർഷ്യൻ പേർഷ്യ കീഴടക്കി ആ പേർഷ്യൻ രാജാവിന്റെ വളകൾ നിന്റെ കയ്യിൽ അണിയിച്ചു തരുന്ന ഒരു കാലം വരാനുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പേർഷ്യ മുസ്ലിങ്ങളുടെ അധീനതയിലായി അവിടെ നിന്നുള്ള സമ്പത്തുകളൊക്കെ കൊണ്ടുവന്നപ്പോ അവിടുത്തെ രാജാവിന്റെ ഭരണത്തിന്റെ ആ അധികാരത്തിന്റെ ചിഹ്നമായ വളകൾ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു സുറാഖത്ത് ബിൻ മാലിക് എന്ന മുസ്ലിം ആയിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് നബി തങ്ങൾ അന്ന് നടത്തിയ ആ പ്രവചനം പോലെ അദ്ദേഹത്തിന്റെ കയ്യിൽ അത് അണിയിച്ചു കൊടുത്തു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ആ ഗുഹയിൽ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഉമറിന്റെ ജീവിതം മുഴുവനും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോടൊപ്പം ഗാർ സൗറിൽ താമസിച്ച 3 ദിവസങ്ങളിൽ ആ ഒരൊറ്റ രാത്രിക്ക് പകരമാവുകയില്ല എന്നാണ്. ഉമറിന്റെ ജീവിതം മുഴുവനും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു രാത്രിക്ക്, നബിയോടൊപ്പമുള്ള ഒരു രാത്രിക്ക് സമമാകൂല. അത്രയും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാണ്. ചരിത്ര സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്ന് മദീനയിലേക്ക് എത്തിച്ചേരുന്ന സന്ദർഭം, മദീനയിൽ നബി തങ്ങളും ഒരു പുറപ്പെട്ട സമയം മുതലേ അവിടെ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. ത്വലഅൽ ബദ്റു എന്ന് പറയുന്ന ആ ഒരു ബൈത്ത് അത് യാദൃശ്ചികമായി ഉണ്ടായതല്ല. നബിതങ്ങൾ വരുമ്പോൾ പാടാൻ വേണ്ടി ഖുറൈശി മദീനക്കാര് നേരത്തെ തന്നെ തീരുമാനിച്ചുണ്ടാക്കിയതാണ്. അവര് ത്വലഅൽ ബദ്റു പാടി. ആദ്യമായി നബിതങ്ങൾ വരുന്നത് കണ്ടത് ഒരു ജൂതനാണ്. ഈന്തപ്പനയുടെ മുകളിൽ കയറി നിൽക്കുകയാണ്. രാവിലെ വരെ ഹോബി ഇതാണ്. എല്ലാവരും വന്നിട്ട് മക്കയിലേക്കുള്ള വഴിയിലേക്ക് കണ്ണും നട്ടങ്ങനെ നിൽക്കും. വെയിൽ ചൂടായാൽ തിരിച്ചു പോകും, വെയിൽ അറിയാൻ വീണ്ടും വരും. അങ്ങനെ ഒരു ജൂതൻ പനമുകളിൽ കയറിയിരിക്കുമ്പോൾ അയാളാണ് വിളിച്ചു പറയുന്നത്, ഹാദാ ജദ്ദുകുമുല്ലദീ തൻതദിറൂനഹു, നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളെ നേതാവ് അതാ വരുന്നത്. ഉടനെ ത്വലഅൽ ബദ്റു പാടി ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും ദഫ് മുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിരേറ്റ് കൊണ്ടുവന്ന് സ്വീകരിച്ചു. അങ്ങനെ നബി തങ്ങളുടെ ആ ഒട്ടകത്തിന്റെ ആ കടിഞ്ഞാൺ ഓരോരുത്തരും പിടിച്ച് അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ദഅൂഹാ ഫഇന്നഹാ മഅ്മൂറ, ഒട്ടകത്തിന് നിങ്ങൾ വെറുതെ വിട്ടോളി, അതിന് തീരുമാനങ്ങൾ അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഒട്ടകത്തെ അവര് വെറുതെ വിട്ടപ്പോൾ ആ ഒട്ടകം ചെന്ന് മുട്ടുകുത്തിയത് ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ വീട്ടിലാണ്. ആ വീട് മദീനയിലെ 2 നിലകളുള്ള ഒരേ ഒരു വീടാണ്. ആ വീട് അബൂ അയ്യൂബ് അൽ അൻസാരി ഉണ്ടാക്കിയതല്ല, അദ്ദേഹത്തിന്റെ പിതാവ് ഉണ്ടാക്കിയതല്ല. അദ്ദേഹത്തിന്റെ പിതാമഹൻ തുബ്ബ രാജാവിന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ട്, ഹൈമ്യർ ഭരണാധികാരിയായ തുബ്ബ രാജാവിന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ട് അവർ യസ്രിബിലെത്തിയപ്പോ ആ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർ ലക്ഷണം കൊണ്ട് ഇതൊരു പ്രവാചകന്റെ ഗേഹമാണ്, ഒരു പ്രവാചകൻ വന്ന് താമസിക്കുന്ന നാടാണെന്ന് മനസ്സിലാക്കി രാജാവിനോട് സലാം പറഞ്ഞ് ഞങ്ങൾ ഇവിടെ താമസിക്കണം എന്ന് പറഞ്ഞ് അവർക്കൊക്കെ രാജാവ് വീടുണ്ടാക്കിയപ്പോൾ രാജാവ് സ്വന്തമായി ഒരു വീടുണ്ടാക്കി. ഇത് ആ കൂട്ടത്തിലെ ഏറ്റവും സൂക്ഷ്മതയുള്ള ഒരു പണ്ഡിതനെ വിളിച്ചുകൊണ്ട് ഇതിന്റെ താക്കോല് നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ വീട്ടിൽ താമസിച്ചോളൂ, നിങ്ങളെ കാലത്ത് ആ പ്രവാചകൻ വന്നാൽ ആ പ്രവാചകൻ ഈ വീട് കൊടുക്കണം, നിങ്ങളെ കാലശേഷമാണെങ്കിൽ നിങ്ങൾ മക്കൾക്ക് ഇത് വസീയത്ത് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ പിതാമഹന്റെ കയ്യിൽ തുബ്ബ രാജാവ് നിർമ്മിച്ചു കൊടുത്ത അതേ വീട്ടിലാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചെന്നണഞ്ഞത്. അപ്പോ ഹിജ്റ എന്ന് പറയുന്നത് കേവലം ഒരു ഒളിച്ചോട്ടമോ പലായനമോ അല്ല. അതിന്റെ പിന്നിൽ ഒരുപാട് ആസൂത്രണങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് ജാഗ്രതകൾ ഉണ്ടായിരുന്നു. ഗാർ സൗറിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പൊത്തിലേക്ക് തന്റെ വസ്ത്രങ്ങൾ എടുത്തു വെച്ചത് പേടി കൊണ്ടല്ല. അള്ളാനെ പേടിക്കുന്ന ആളുകൾ മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈഇൻ അല്ലേ, അള്ളാനെ ഒരാൾ പേടിച്ച ബാക്കിയുള്ളതൊക്കെ അവനെ പേടിക്കുന്നതാണ്. പക്ഷെ ഒരു ജാഗ്രതയുടെ ഭാഗമായി അവരങ്ങനെ ചെയ്തു. അങ്ങനെ പാമ്പിന്റെ കൊത്തുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് ഈ പാമ്പിന്റെ വിഷം ബഹുമാനപ്പെട്ടവരുടെ ദേഹത്ത് ബാക്കിയുണ്ടായിരുന്നു. അതിലൂടെയാണ് മഹാനവറുകൾ വഫാത്താകുന്നത്. അതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഷഹീദാണ് എന്നും, അതുപോലെ ഖൈബറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചുട്ട ആട്ടിറച്ചിയിൽ വിഷം കൊടുത്തിരുന്നു. ആ വിഷത്തിന്റെ അംശം ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് അതിന്റെ പ്രയാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹബീബായ തങ്ങൾക്കും ഷഹീദിന്റെ തന്നെ കൂലിയുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഹിജ്റ, ആ വലിയ പ്രയാസം നിറഞ്ഞ
തടാകം നിറഞ്ഞ പെണ്ണുങ്ങൾ ഹിജറ പോയതുണ്ട്, ഉമ്മു സലമ ബീവി അടക്കമുള്ളവർ ഹിജറ പോയ സംഭവങ്ങളുണ്ട്, കുട്ടികൾ ഹിജറ പോയതുണ്ട്. ആകെ ഹിജറ പോയപ്പോ ആരാടാ എന്നെ തടയാനുള്ളത്, വാടാ എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഹിജറ പോയ ഒരേ ഒരു മനുഷ്യനെ ഉള്ളൂ. അതാരാണ്? ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ്. അള്ളാഹു മുഹാജിരീങ്ങളുടെയും അൻസ്വാരികളുടെയും ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും.